UN പൊതുസഭയിൽ പങ്കെടുക്കാനായി ന്യൂയോർക്കിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈറ്റ് കിരീടാവകാശി ഷെയ്ഖ് സബാഹ്, ഖാലിദ് അൽ ഹമദ് അൽ സബാത്ത്, പലസ്തീൻ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസ് തുടങ്ങിയ നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. കുവൈറ്റ് കിരീടാവകാശിയുമായി നടത്തിയ ചർച്ച ക്രിയാത്മകമായിരുന്നുവെന്നും മരുന്ന്, ഭക്ഷ്യസംസ്കരണം, സാങ്കേതികവിദ്യ, ഊർജ്ജ മേഖല ഉൾപ്പെടെ ഒട്ടേറെ വിഷയങ്ങൾ ചർച്ചയിൽ ഇടം പിടിച്ചുവെന്നും സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ പ്രധാനമന്ത്രി പറഞ്ഞു. കുവൈറ്റുമായുള്ള ഉഭയകക്ഷി ബന്ധത്തിന് ഇന്ത്യ മുന്തിയ പരിഗണനയാണ് നൽകുന്നതെന്ന് കുവൈറ്റ് കിരീടാവകാശി വിശദീകരിച്ചു. പാലസ്തീൻ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസുമായുള്ള കൂടിക്കാഴ്ചയിൽ ഗാസയിലെ സ്ഥിതിഗതികളിൽ മോദി ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. വെടിനിർത്തലിനൊപ്പം ബന്ദികളെ മോചിപ്പിച്ചും ചർച്ചകളിലൂടെയും നയതന്ത്ര നടപടികളിലൂടെയും സമാധാനം കൊണ്ടുവരിക എന്നതാണ് ഇന്ത്യയുടെ നിലപാട്. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഗാസയിലെ മാനുഷിക സാഹചര്യങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി പാലസ്തീൻ ജനതയ്ക്കുള്ള പിന്തുണ ആവർത്തിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പിന്നീട് എക്സിൽ കുറിച്ചു. നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയെയും മോദി കണ്ടു. കഴിഞ്ഞ ജൂലൈയിൽ 4ാം തവണ പ്രധാനമന്ത്രിയായി KP ശർമ്മ ഒലി ചുമതലയേറ്റ ശേഷം ആദ്യമായാണ് ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തിയത്. ഊർജ്ജ, സാങ്കേതിക, വ്യാപാര മേഖലകളെക്കുറിച്ച് ഇരുവരും വിശദമായി സംസാരിച്ചു. പ്രധാനമന്ത്രിയും കുവൈറ്റ് കിരീടാവകാശിയും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു ഇത്. കുവൈത്തിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹമാണ് ഇന്ത്യക്കാർ. സ്വദേശികളടക്കം കുവൈത്തിൽ 50 ലക്ഷത്തോളം വരുന്ന ജനസംഖ്യയിൽ 10 ലക്ഷത്തിലധികവും ഇന്ത്യക്കാരാണ്. കുവൈത്ത് അമീറിന്റെ പ്രതിനിധിയായിട്ടാണ് കിരീടാവകാശി ഐക്യരാഷ്ട്ര സഭായോഗത്തിൽ സംബന്ധിക്കുന്നത്.